ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും വാമീസ് മമ്മ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് വൈകുന്നേരം എന്തെങ്കിലും ഒരു സ്വീറ്റ് ഐറ്റം പ്രിപ്പയർ ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് ഞാൻ ഇങ്ങനെ യൂട്യൂബ് സ്ക്രോൾ ചെയ്തപ്പോഴാണ് നമ്മുടെ അഹാന കൃഷ്ണയുടെ മാംഗോ ചിയ പുഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള റെസിപ്പി കണ്ടത്. അപ്പൊ കണ്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കര ടെംപ്റ്റിംഗ് ആയിട്ട് തോന്നി കേട്ടോ. കഴിക്കണം എന്നിങ്ങനെ തോന്നി. അപ്പൊ നോക്കിയപ്പോ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളാണ്. അപ്പൊ ആ വീട്ടിലുണ്ടായ സാധനങ്ങൾ വെച്ചിട്ട് നമുക്കൊന്ന് മാംഗോ ചിയ പുഡിംഗ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കാം. എങ്ങനെയാ ടേസ്റ്റ് ഉണ്ടാവുന്നൊന്നും എനിക്കറിയില്ല. വാമിക്കുട്ടി അതിന്റെ ഇടയിൽ നമ്മുടെ മിൽക്ക് മെയ്ഡ് ഇങ്ങനെ നാക്കി നോക്കുന്നത്. ടേസ്റ്റ് ഉണ്ടാവും, സൂപ്പറാ. അപ്പൊ നമുക്കിത് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാന്ന് കാണാം കേട്ടോ. അപ്പൊ നിങ്ങൾ അഹാനയുടെ ബ്ലോഗിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത്. എന്നാലും ഞാൻ വെറുതെ ഒന്ന് പറയാം കേട്ടോ. അപ്പം അഹാന യൂസ് ചെയ്തിട്ടുള്ളത് മാംഗോ ആണ്. അപ്പൊ മാംഗോ നമ്മളൊന്ന് സ്ലൈസ് ആക്കി വെച്ചിട്ടുള്ളതാണ്. എനിക്ക് അങ്ങനെ കുറച്ച് അധികം പഴുത്തിട്ടുള്ള മാങ്ങ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്നുള്ളൊരു ഡിസിഷൻ ആയിരുന്നു എന്ന്. അപ്പൊ അതുകൊണ്ട് കുറച്ച് മാംഗോ ഉണ്ട്. പിന്നെ ഞാൻ കുറച്ച് കോക്കനട്ട് മിൽക്ക് എടുത്തിട്ടുണ്ട്, അതായത് നമ്മുടെ തേങ്ങാപ്പാല്. പിന്നെ എന്റെ കയ്യില് മിൽക്ക് ക്രീം ഉണ്ട്. പക്ഷെ എന്താ വെച്ചാല് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ അതുകൊണ്ട് കുറച്ച് പാലും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സോക്ക് ചെയ്തിട്ടുള്ള ചിയ സീഡ്. പിന്നെ ഇതെന്താ വാവേ, ഇത് നമ്മുടെ മിൽക്ക് മെയ്ഡ് ആണ് കേട്ടോ. അപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസേ വേണ്ടുള്ളൂ. അപ്പം നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കാം. അപ്പം നമ്മള് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ആദ്യം തന്നെ നമ്മുടെ കോക്കനട്ട് മിൽക്ക് ആണ് ആഡ് ചെയ്യേണ്ടത്. ആഡ് ചെയ്യോ? ആഡ് ചെയ്തു. പിടിച്ചു തരണം ആദ്യേ. എന്റെ ഹെൽപ്പർ വാമിക്കുട്ടിയാണ് കേട്ടോ, അല്ലേ? ആണോന്നല്ല, അതേ പറയൂ. നമ്മൾ കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്തു. ഇനി നമ്മള് ഇതിലേക്ക് നമ്മുടെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിയ സീഡ് അത് ആഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. നമ്മള് ചിയ സീഡ് ആഡ് ചെയ്തു. ഇനി നമ്മള് ഈ മിൽക്ക് ക്രീം ഉണ്ടല്ലോ അത് ആഡ് ചെയ്യാം. മാവ് ഒഴിച്ചു. ഓക്കെ. ഇനി നമ്മൾ കുറച്ച് പാലും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ. വാമിക്കൂടെ എന്തൊരു ഹെൽപ്പാ അല്ലെ. വലുതായാലും ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ മതിയായിരുന്നു. വലുതായ അമ്മേനെ ഹെൽപ്പ് ചെയ്യോ? ഷുവറാന്ന് പറയൂ. ഷുവർ. ഓക്കെ. ഇനി നമ്മുടെ മാംഗോ ആഡ് ചെയ്യാം. അങ്ങനെ പുറത്തേക്കാവും. അതെ, അമ്മ ആഡ് ചെയ്യാം. ഓക്കെ, നമ്മളെ മാംഗോ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ മാംഗോ ഒക്കെ ആഡ് ചെയ്തതിനു ശേഷം നമ്മൾ ലാസ്റ്റ് ആയിട്ട് നമ്മുടെ മിൽക്ക് മെയ്ഡ്. ഇതിൽ ഷുഗർ അല്ല, മിൽക്ക് മെയ്ഡ് ആണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. നമ്മള് നമ്മുടെ മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ടേസ്റ്റ് ഉണ്ടാവും. യമ്മിയാ പറയൂ. മമ്മി അല്ല, യമ്മി. ഓക്കെ. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് കഴിഞ്ഞു. ഇനി നമ്മൾ മിക്സ് ചെയ്താൽ മതി. മിക്സ് ചെയ്യാം. രണ്ടാക്കൂടെ മിക്സ് ചെയ്യാം. ഓക്കെ, മെല്ലെ മിക്സ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇതാ ഞങ്ങള് ഇത് മിക്സ് ചെയ്യാണ് കേട്ടോ. മിക്സ് ചെയ്യട്ടെ അമ്മ. എന്നെ ഒന്ന് ക്യാമറമാൻ സൂം ചെയ്ത് കൊണ്ട് വരൂ. എന്റെ ക്യാമറ ഇപ്പൊ എടുക്കുന്നത് ഹസ്ബൻഡാണ് കേട്ടോ. സൂം ചെയ്യൂ ക്യാമറമാൻ, ഇവിടേക്ക് സൂം ചെയ്യൂ. ഓക്കെ. വാമിക്കുട്ടി വേറെ ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് എന്റെ സ്പൂണ് പോരാ, മതിയാവുന്നില്ല. ഇത് ആക്ച്വലി അപ്പൊ ഇത് ആക്ച്വലി ഫ്രീസ് ചെയ്തിട്ടാണ് കഴിച്ചാലാണ് കൂടുതൽ. ഫ്രീസ് ചെയ്യല്ല, ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിച്ചാൽ തണുപ്പിച്ച് കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആണെന്ന് പറഞ്ഞത്. പക്ഷെ അതിനുള്ളൊരു ഗ്യാപ്പ് ഞങ്ങൾക്ക് ഇപ്പൊ ഉണ്ടാവും തോന്നുന്നില്ല. കാരണം വാമിക്കുട്ടീനെ കണ്ട് ഇപ്പൊ ഓൾറെഡി ഇതിലാണ് ഉള്ളത്. അപ്പം നമുക്ക് തോന്നുന്നു വാമിക്കുട്ടീനെ കൂടെ ടേസ്റ്റ് എടുക്കാം. അതിന് മുന്നേ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ അഹാന പറഞ്ഞത്. അപ്പൊ അതേപോലെ നമുക്ക് നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്യാം. എന്റെ ഹെൽപ്പറായിട്ട് വാമിക്കുട്ടി നന്നായിട്ട് മിക്സ് ചെയ്യുന്നു അല്ലേ. നീ വാമ ടേസ്റ്റ് ചെയ്ത് നോക്കണേ. അമ്മ വേറെ ബൗളിലേക്ക് ആക്കിത്തരാം. ഓക്കെ പറയൂ. ഓക്കെ, നന്നായി മിക്സ് ചെയ്തിട്ടേ.
നമ്മുടെ മാംഗോയും ചീരയും മിൽക്ക് വാവ ആക്കണ്ട. മതി മതി മതി. ഓക്കെ സൂപ്പർ. അപ്പം ഞങ്ങൾ തണുപ്പിക്കുന്നതിന് മുന്നേ തന്നെ ഒന്ന് കഴിച്ചു നോക്കാൻ പോവാട്ടോ. അപ്പൊ മാമിക്കുട്ടി തന്നെ ആദ്യം ടേസ്റ്റ് ചെയ്യണം. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? കഴിച്ചു നോക്ക്. അമ്മയ്ക്ക് തരൂ, അമ്മയ്ക്ക് തരൂ. മാമ കഴിക്ക്. ചൂടുണ്ടോ? ഊതിയിട്ടാണോ കഴിക്കുന്നത് ഈ തണുപ്പുള്ള സാധനം? അപ്പൊ ഇത് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. നല്ല രുചിയുണ്ട്. അപ്പം നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട് വേണം മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ അധികം ഓവർ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ടില്ല, കാരണം എനിക്ക് അത്ര മധുരം താല്പര്യമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. കഴിക്കാം. റെഡി 1 2 3. കഴിച്ചിട്ട് മതിയാവില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ്. ഇടൂ. എന്താ കിടു? ദക്കുന് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവള് പറ കിടു അല്ലേ? സൂപ്പർ പറയും. സൂപ്പർ. ചിയ സീഡ് കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആട്ടോ. അതുകൊണ്ട് ഇതിലാകെ അൺഹെൽത്തി ആയിട്ടുള്ളത് നമ്മുടെ മിൽക്ക് മെയ്ഡ് മാത്രമാണ്. അല്ലാണ്ട് ബാക്കിയെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ്. മാംഗോ ആയാലും ചിയ സീഡ് ആയാലും കോക്കനട്ട് മിൽക്കൊക്കെ നല്ല സാധനമല്ലേ. അപ്പം അതുകൊണ്ട് കുട്ടികൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചൊരു മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുന്നതിൻ്റെതായ ഒരു പ്രശ്നം ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ഇത് ടേസ്റ്റ് ചെയ്തു. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പം ഞാനിത് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. എന്നിട്ട് ഒന്ന് സെറ്റായിട്ട് തണുപ്പിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കഴിച്ചു നോക്കണം. അപ്പം എൻ്റെ കൊതിയനായ ഭർത്താവ് ക്യാമറയ്ക്ക് പുറകിലുണ്ട്. അദ്ദേഹത്തിന് ടേസ്റ്റ് ചെയ്യാൻ മുട്ടിയിരിക്കുകയാണ്. അപ്പം ഞാൻ ഒരു വീഡിയോ എൻഡ് ചെയ്യാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യണ്ടേ? പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു our channel. ബൈ പറയോ? ബൈ.